ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ശ്രീമൻ നാരായണീയം ദശകം 85 ജരാസന്ധവധം രാജസൂയം. ശ്ലോകം 5. അശാന്തസമരോദ്ധതം വിടവപാടനാ സംജ്ഞയാ നിപാത്യ ജരസസുതം പവനജേന നിഷ്പാടിതം വിമുച്യ നൃപതീന്മുദാ സമനുഗൃഹ്യ ഭക്തിം പരാം ദിദേശിതഗതസ്പൃഹാനപി ച ധർമ്മഗുപ്ത്यै ഭുവ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. അശാന്ത സമരോദ്ധതം വിടപ പാടന സംജ്ഞയ നിപാത്യ ജരസ സുതം പവനജേന നിഷ്പാടിതം വിമുച്യ നൃപതീൻ മുദാ സമനുഗൃഹ്യ ഭക്തിം പരാം ദിദേശിത ഗത സ്പൃഹാൻ അപി ച ധർമ്മഗുപ്ത്यै ഭുവ. അർത്ഥം: അശാന്ത സമരോദ്ധതം, ശാന്തമല്ലാതെ യുദ്ധത്തിൽ അഹങ്കരിച്ചവനായ ജരസസുതം, ജരയുടെ പുത്രനെ, അതായത് ജരാസന്ധനെ, വിടപപാടനാസംജ്ഞയ, മരക്കൊമ്പ് പിളർക്കുന്ന അടയാളം കൊണ്ട്, പവനജേന, ഭീമസേനാൽ, നിഷ്പാടിതം, രണ്ടായി പിളർക്കപ്പെട്ടു, നിപാത്യ, കൊന്നു നിലത്തിട്ടിട്ട്, നൃപതീൻ, തടവിൽ കിടന്ന രാജാക്കന്മാരെ, വിമുച്യ, മോചിപ്പിച്ചിട്ട്, മുദ, സന്തോഷത്തോടു കൂടി, സമനുഗൃഹ്യ, അവരെ അനുഗ്രഹിച്ച്, പരാം, ഉത്തമമായ, ഭക്തിം, ഭക്തിയെ കൊടുത്ത്, ഗതസ്പൃഹാനപി ച, ആശയില്ലാത്തവരെങ്കിലും അവരെ, ധർമ്മഗുപ്ത്यै, ലോകത്തിൽ ധർമ്മരക്ഷണത്തിനു വേണ്ടി, ഭുവ, അവർക്കവർക്കുള്ള രാജ്യങ്ങളെ, ദിദേശിത, അവിടുന്ന് കൊടുത്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അശാന്ത സമരോദ്ധതം, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിടപപാടനാ സംജ്ഞയ, ജ്ഞ എന്നുള്ളത് ജ ഞ എന്നാണ്. നിപാത്യ ജരസ, അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സുതം എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ജരസസുതം അങ്ങനെ ചൊല്ലണം. പവനജേന നിഷ്പാടിതം വിമുച്യ നൃപതീൻ മുദാ സമനുഗൃഹ്യ ഭക്തിം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പരാം ദിദേശിത, ദി ദേ എന്നൊക്കെ ഉള്ളത് ദയിലത്തെ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഗതസ്പൃഹാൻ അപി, ചേർത്തിട്ട് ഗതസ്പൃഹാനപി ച ധർമ്മഗുപ്ത്यै, ധർമ്മ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ധർമ്മഗുപ്ത്यै ഭുവ, ഭു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ലാസ്റ്റിൽ വിസർഗം. അശാന്ത സമരോദ്ധതം വിടപപാടനാ സംജ്ഞയാ നിപാത്യ ജരസസുതം പവനജേന നിഷ്പാടിതം വിമുച്യ നൃപതീൻ മുദാ സമനുഗൃഹ്യ ഭക്തിം പരാം ദിദേശിതഗതസ്പൃഹാനപി ച ധർമ്മഗുപ്ത്यै ഭുവ. അടുത്തത് 6ാമത്തെ ശ്ലോകം. പ്രചക്രുഷി യുധിഷ്ഠിരേ തദനുരാജസൂയാധ്വരം പ്രസന്നഭൃതകീഭവത് സകലരാജകവ്യാകുലം ത്വമപ്യൈ ജഗത്പദേ ദ്വിജപദാവനേ ജാതികം ചകർഥ കിമു കഥ്യതേ നൃപവരസ്യ ഭാഗ്യോന്നതി. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. പ്രചക്രുഷി യുധിഷ്ഠിരേ തദനു രാജസൂയാധ്വരം പ്രസന്ന ഭൃതകീ ഭവത് സകല രാജക വ്യാകുലം
ത്വം അപ്യയി ജഗത്പദേ ദ്വിജ പദാവനേജാധികം ചകർത്ഥ കിമു കഥ്യത്തെ നൃപവരസ്യ ഭാഗ്യോന്നതി. അർത്ഥം: ജഗത്പദേ അയി, അല്ലയോ ലോകനാഥ. തദനു, അനന്തരം. യുധിഷ്ഠിരേ, യുധിഷ്ഠിരൻ. പ്രസന്നഭൃതകീഭവത് സകലരാജകവ്യാകുലം, സന്തുഷ്ടരായി തങ്ങൾക്ക് ചേർന്ന ജോലി ചെയ്ത എല്ലാ രാജാക്കന്മാരോടും കൂടി രാജസൂയാധ്വരം, രാജസൂയയാഗം പ്രചക്രുഷി ചെയ്യുമ്പോൾ, ത്വമപി അങ്ങുപോലും ദ്വിജപദാവനേജാധികം ബ്രാഹ്മണരുടെ കാലു കഴുകിക്കുക തുടങ്ങിയ കൃത്യങ്ങൾ ചകർത്ഥ ചെയ്തു. നൃപവരസ്യ രാജശ്രേഷ്ഠനായ യുധിഷ്ഠിരൻ്റെ ഭാഗ്യോന്നതി ഭാഗ്യത്തിൻ്റെ വലിപ്പം കിമു കഥ്യത്തെ എന്തു പറയട്ടെ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. പ്രചക്രുഷി, യുധിഷ്ഠിരേ, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ ഷ്ഠി എന്നുള്ളതും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തദനു രാജസൂയധ്വരം, ധ്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പ്രസന്ന ഭൃതകീ, ഭൃ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഭവത്, ഭാന്നും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സകല രാജക വ്യാകുലം ത്വം അപ്യയി ജഗത്പദേ ദ്വിജ പദാവനേജാധികം ചകർത്ഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കിമു കഥ്യത്തെ, ഥ്യ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. നൃപവരസ്യ ഭാഗ്യോന്നതി, ലാസ്റ്റിൽ വിസർഗം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പ്രചക്രുഷി യുധിഷ്ഠിരേ തദനുരാജസൂയാധ്വരം പ്രസന്നഭൃതകീഭവത് സകലരാജകവ്യാകുലം. ത്വമപ്യയി ജഗത്പദേ ദ്വിജപദാവനേജാധികം ചകർത്ഥ കിമു കഥ്യത്തെ നൃപവരസ്യ ഭാഗ്യോന്നതി. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.